ഐഡിയസ്കേ പ്ലാറ്റ്ഫോം. ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മീഡിയ പോളിസി 2024 എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ പോളിസി ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞു. ഏതാണെന്നല്ലേ ചോദിക്കുന്നത്? എന്തായാലും നമ്മുടെ കേരളത്തിലല്ല, അങ്ങ് ഉത്തർപ്രദേശിലാണ്. എന്താണ് ഡിജിറ്റൽ മീഡിയ പോളിസി 2024? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ അതിനു മുമ്പ് നമ്മുടെ എസ്കേ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബ് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് തുടങ്ങാം. എന്താണ് ഡിജിറ്റൽ മീഡിയ പോളിസി 2024 എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? യെസ് ഗൈസ്, സംഭവത്തിലേ ഉള്ളൂ. നമ്മുടെ ഉത്തർപ്രദേശിലെ നിലവിലെ BJP സർക്കാർ അവരുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ മീഡിയ പോളിസി 2024 28/8/2024 മുതൽ അവിടെ എനാക്റ്റഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ നയത്തിലൂടെ അവർ ജനങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി എക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ചും സർക്കാരിൻ്റെ നയങ്ങളും നേട്ടങ്ങളും പദ്ധതികളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അവർ പറയുന്നത് പോലെ അവരെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ സമ്പാദിക്കാനായിട്ട് കഴിയുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു മാസം 3 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, FBയിലാണെങ്കിൽ നിങ്ങൾക്ക് 4 ലക്ഷവും, ട്വിറ്റർ ആണെങ്കിൽ 5 ലക്ഷവും, യൂട്യൂബ് ആണെങ്കിൽ നിങ്ങൾക്ക് 8 ലക്ഷവും ഒരു മാസത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ 4 സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 8+5+4+7 അതായത് 20 ലക്ഷം രൂപ ഒരു മാസത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു വർഷത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 2.4 crore റുപ്പീസ് നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയകളിൽ പൊതുവെ ഈ ഫോളോവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് അവർ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുക. പ്രത്യേകിച്ചും ഈ നാനോ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, അതായത് ഏകദേശം ഒരു 1000 ഫോളോവേഴ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് ആക്ച്വലി അവർ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മൈക്രോ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, അതായത് ഏകദേശം 10,000-ഓളം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മുതൽ 5 ലക്ഷം രൂപ വരയ്ക്ക് നിങ്ങൾക്ക് പെർ മന്ത് അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 1 മില്യൺ, ഏകദേശം 1 ലക്ഷം വരയ്ക്ക് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മുതൽ 7 ലക്ഷം രൂപ വരെ അവർ നിങ്ങൾക്ക് എമൗണ്ട് തരും. പിന്നെ മോർ ദാൻ 1 മില്യൺ, ഏകദേശം 1 ലക്ഷത്തിന് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 8 ലക്ഷം രൂപ വരയ്ക്ക് നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിൽ നിന്ന് നിങ്ങൾക്ക് സമ്പാദിക്കണമെങ്കിൽ ചില എലിജിബിലിറ്റി ക്രിറ്റേറിയ, അതായത് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം നിങ്ങൾ 2 വർഷത്തോളം നിങ്ങൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്, അതായത് ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തത്, നിങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. മൂന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 6 മാസത്തിൻ്റെ സോഷ്യൽ മീഡിയ പെർഫോമൻസ് റിപ്പോർട്ട് നിങ്ങൾ കാണിക്കണം. മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയകളിൽ പൊതുവെ ഇപ്പോൾ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ അതിനുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ വിത്ത് സൈൻ അവർക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ സർക്കാരിന് സബ്മിറ്റ് ചെയ്ത റിക്വസ്റ്റും അതുപോലെ തന്നെ മറ്റു റിപ്പോർട്ടും കാര്യങ്ങളും അവർ നിങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ആ വെരിഫിക്കേഷനിൽ നിങ്ങൾ യാതൊരു ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഇൻക്ലൂഡ് അല്ല എന്ന് തെളിയുന്ന പക്ഷം പോലീസ് അത്തരത്തിൽ വെരിഫൈഡ് ചെയ്ത് അത് സർക്കാരിന് അയക്കുകയും ചെയ്യും. അപ്പോൾ അത് സർക്കാരിന് ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ സമ്പാദിക്കാനുള്ള പെർമിഷൻ തരണോ വേണ്ടയോ എന്നൊക്കെ അവർ ഡിസൈഡ് ചെയ്യുക. അത്തരത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ സമ്പാദിക്കാനായിട്ടും സാധിക്കുക.
അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കേരളത്തിലും വരണം എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇതിന്റെ പുറകിൽ വേറൊരു വലിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്നല്ലേ, ഗൈസ്, അതായത് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചോ നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും കമന്റ് ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ നമ്മളെ ശിക്ഷിക്കും. ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ ഇന്ത്യൻ പൗരന്മാരാണ്. പൗരന്മാർ എന്ന നിലയ്ക്ക് നമുക്ക് ഇന്ത്യൻ ഭരണഘടനാ നിയമപ്രകാരം നമുക്ക് പ്രതികരിക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രകാരമാണ് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആർട്ടിക്കിൾ 19A എന്നാണ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ് correctly, so if you have any doubts please check it whether it is true or not. പിന്നെ അതുപോലെ തന്നെ നമ്മളാണ് ആക്ച്വലി സർക്കാരിനെ നിയമിക്കുന്നത് ജനാധിപത്യ രീതിയിലൂടെ. അതായത് നമ്മൾ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു, അതിൽ വോട്ട് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നതിന് ജനപ്രതിനിധിയെ നമ്മൾ ഉണ്ടാക്കുന്നത്. അവരാണ് ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാനായിട്ട് ഈ സംവിധാനത്തിൽ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നടപ്പിലാക്കാനായിട്ടാണ് ആക്ച്വലി സിസ്റ്റം ഉള്ളത്. അത് അത്തരത്തിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. പകരം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അവരവിടെ പോയിട്ട് അവർ പറയുന്നത് കേൾക്കാനല്ല നമ്മൾ ജനാധിപത്യ രീതിയിലൂടെ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത് എന്നതും കൂടി ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആന്റി നാഷണലിസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും രാജ്യത്തിനെതിരെ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു ആയിട്ടോ ഒക്കെ നിങ്ങൾ കമന്റോ പോസ്റ്ററോ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പണിഷ് ചെയ്യപ്പെടും. മാത്രമല്ല, ഇപ്പോൾ ആന്റി സോഷ്യൽ ആയിട്ട്, അതായത് എന്തെങ്കിലും ഒരു സമൂഹത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടോ മറ്റു വിശ്വാസങ്ങളെ കുറിച്ചോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നുവെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് കേസ് ഉണ്ടാവും. മറ്റ് ഹേർട്ടിങ് വൾഗറായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ പണിഷ്മെന്റ് ഉണ്ടാകും. പിന്നെ ഇപ്പോൾ സർക്കാരിന്റെ സ്കീമുകളും നേരത്തെ പറഞ്ഞ പോലെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ അതിലും നിങ്ങൾ പണിഷ്മെന്റ് ചെയ്യപ്പെടും. ഇതിൽ ഏകദേശം 3 വർഷം മുതൽ ലൈഫ് ടൈം വരെ ആയിരിക്കും നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ജയിൽ ശിക്ഷാ നടപടികൾ നേരിടും എന്നാണ് പറയുന്നത്. സോ ഗൈസ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യണം. സേവനം ചെയ്യുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ അവർ ചെയ്യുന്ന സേവനം കൃത്യമായിട്ട് നടപ്പിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളായ നമ്മുടെ ഓരോരുത്തരുടെയും ഇല്ലെങ്കിൽ പൗരന്മാരായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. മറിച്ച് ജനങ്ങളെ അടിമപ്പെടുത്തി ഭരിക്കുന്നതിന് ഇത് രാജാവിന്റെ ഭരണമല്ല എന്നുള്ളതും കൂടി ജനങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൽ ഈ പറയുന്ന 4 സോഷ്യൽ മീഡിയയിൽ മാത്രം ഉൾപ്പെടുന്ന ആൾക്കാർ മാത്രമല്ല കേട്ടോ. പ്രത്യേകിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ മീഡിയ പോളിസി എന്നാണ്. അപ്പോൾ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുമ്പോൾ മറ്റ് ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് എന്താ പറയുക, ഈ ജേർണലിസം പിന്നെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇത് ബാധകമാണ് എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പോളിസിയിൽ ചില കാര്യങ്ങൾ മീൻസ് ഇപ്പോൾ ഈ വൾഗറായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിൽ എത്തരത്തിലുള്ള വേർഡ്സ് ആണ് ആക്ച്വലി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാക്ക് നമ്മൾ പറയുന്നു, അപ്പോൾ ആ വാക്ക് തെറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് എന്ത് തരത്തിലുള്ള ശിക്ഷാ നടപടികളും എടുക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ പോളിസിയിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് വ്യക്തിപരമായിട്ടും അതുപോലെ സാമൂഹ്യപരമായിട്ടും ഒക്കെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഇനിയും നമുക്ക് ഉണ്ടാക്കാനായിട്ടും സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിൽ വളരെ കുറഞ്ഞൊരു ശതമാനം ആൾക്കാർ മാത്രമാണ് നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയാസ് മിസ്യൂസ് ചെയ്യുന്നത്. ഇതിൽ മെജോറിറ്റി ആൾക്കാരും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കൃത്യമായിട്ടൊക്കെ നടപടി എടുക്കേണ്ടത് അനിവാര്യമൊക്കെയാണ്. എന്തു തന്നെയായാലും ഇപ്പോൾ ഉത്തർപ്രദേശിലെ അവിടുത്തെ സർക്കാർ ഈ നിയമം അവിടെ നടപ്പിലാക്കി വരുന്നുണ്ട് 28/8/2024 മുതൽ. സോ അന്ന് മുതൽ അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് വിമർശനങ്ങൾ നടത്തി വരുന്നുണ്ട്. കാരണം ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനും പേഴ്സണലി അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. സോ അതിന്റെ മേലുള്ള ഒരു കടന്നുകയറ്റം ആകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഡിജിറ്റൽ മീഡിയ പോളിസി 2024 എന്ന നയത്തെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തത് പുതിയൊരു വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.